കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 26 ബുധൻ. ചോദ്യം 1. കേരളത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന മലയാള രൂപമായ കേരളമായി മാറ്റുന്നതിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 2026 ഓഗസ്റ്റ് 25. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേരള ഓൾട്രേഷൻ ഓഫ് നെയിം ആക്ട് 2026 പ്രാബല്യത്തിൽ വന്നത് 2026 ഓഗസ്റ്റ് 25-നാണ്. ചോദ്യം 2. 2026 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സ് അവാർഡ്സ് ഫോർ എക്സലൻസ് ഇൻ ബുക്ക് പ്രൊഡക്ഷനിൽ 7 പുരസ്കാരങ്ങൾ നേടിയ കേന്ദ്ര സർക്കാർ സ്ഥാപനമേത്? ഉത്തരം പബ്ലിക്കേഷൻസ് ഡിവിഷൻ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്നീ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, മാസികകൾ, റഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവയ്ക്കായി 4 രണ്ടാം സമ്മാനങ്ങളും 3 മൂന്നാം സമ്മാനങ്ങളും ഉൾപ്പെടെ ആകെ 7 പുരസ്കാരങ്ങൾ ലഭിച്ചു. പ്രധാന പ്രസിദ്ധീകരണങ്ങൾ: ഭാരത് 2026, വിങ്സ് ടു ആ ഹോപ്സ്, വോളിയം 2, യോജന, ഹിന്ദി, കുരുക്ഷേത്ര, ഇംഗ്ലീഷ്, ആജ് കൽ, ഉറുദു തുടങ്ങിയവ അവാർഡിന് അർഹമായി. ചോദ്യം 3. 2026 വേൾഡ് വാട്ടർ വീക്ക് സംഘടിപ്പിക്കുന്നത് ഏത് സ്ഥാപനമാണ്? ഉത്തരം സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് SIWI. തീയതി 2026 ഓഗസ്റ്റ് 23 മുതൽ 27 വരെ, സ്റ്റോക്ക്ഹോം, സ്വീഡൻ. പ്രമേയം തീം വാട്ടർ ഫോർ പീപ്പിൾ ആൻഡ് പ്രോഗ്രസ്. ആഗോള ജലപ്രതിസന്ധി, സുരക്ഷിതമായ കുടിവെള്ളം, ശുചിത്വം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കുമായുള്ള വേദിയാണ് ഇത്. ചോദ്യം 4. കിജാഡിയ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. കിജാഡിയ പക്ഷിസങ്കേതം കിജഡിയ ബേർഡ് സാങ്ച്വറി ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധജല തടാകങ്ങളും ഉപ്പുവെള്ള ചതുപ്പുകളും ചേരുന്ന അപൂർവമായ ഒരു പരിസ്ഥിതി വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. 2022 ലോക നെൽവയൽ ദിനത്തിൽ വേൾഡ് വെറ്റ്ലൻഡ്സ് ഡേ ഇതിനെ ഇന്ത്യയിലെ ഒരു റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചു. കുടിയേറ്റപ്പക്ഷികളായ ഫ്ലെമിംഗോ, പെലിക്കൻ, കൊറ്റികൾ തുടങ്ങി 300-ലധികം ഇനം പക്ഷികളുടെ വാസസ്ഥലമാണിത്. ചോദ്യം 5. 2026 ഓഗസ്റ്റിൽ 5 വർഷം പൂർത്തിയാക്കിയ ഇ-ശ്രാം പോർട്ടൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ NIC. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കീഴിലാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. ആരംഭിച്ച തീയതി 2021 ഓഗസ്റ്റ് 26. 2026 ഓഗസ്റ്റ് 26-ന് പോർട്ടൽ 5 വർഷം പൂർത്തിയാക്കുന്നു. ചോദ്യം 6. PMFME കോൺക്ലേവ് 2026 നടന്നത് എവിടെയാണ്? ഉത്തരം ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്റർ, ന്യൂഡൽഹി. തീയതി 2026 ഓഗസ്റ്റ് 24, 25. സംഘാടകർ കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് MOFPI. കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ ഉദ്ഘാടനം ചെയ്തു. ചോദ്യം 7. 2026 ഓഗസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ പുതിയ സസ്യവർഗം കണ്ടെത്തിയത് ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്? ഉത്തരം സൂര്യമുഖി കുടുംബം, സൺഫ്ലവർ ഫാമിലി ആസ്റ്ററേസിയായി. സൂര്യമുഖി കുടുംബത്തിൽ സൺഫ്ലവർ ഫാമിലി ആസ്റ്ററേസിയായി പെട്ട പുതിയ അൽപൈൻ സസ്യവർഗത്തെയാണ് 2026 ഓഗസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയത്. പുതിയ സസ്യത്തിന്റെ പേര് ഡൊറോണിക്കം സാങ്ക്ടം. കണ്ടെത്തിയ സ്ഥലം അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ ചുമി ഗ്യാൽസെ വിശുദ്ധ വെള്ളച്ചാട്ടത്തിന് സമീപം, സമുദ്രനിരപ്പിൽ നിന്ന് 4086 മീറ്റർ ഉയരത്തിൽ. കണ്ടെത്തിയത് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോറിസോഴ്സ് ടെക്നോളജിയിലെ IHBT ശാസ്ത്രജ്ഞർ. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഡൊറോണിക്കം ജനുസിൽപ്പെട്ട ഒരു സസ്യം രേഖപ്പെടുത്തുന്നത്. തിളക്കമുള്ള മഞ്ഞപ്പൂക്കളും ഹൃദയാകാരത്തിലുള്ള ഇലകളുമാണ് ഇവയ്ക്കുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.